പോക്രോസ് മേഖലയിലെ പ്രധാനപ്പെട്ട എൻട്രൻസസ്, ആ നഗരത്തിലേക്ക് കടക്കാനുള്ള തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള പ്രവേശന കവാടങ്ങളെല്ലാം റഷ്യ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് പതിയെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചില മണിക്കൂറിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ ആ നഗരത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതേസമയം ഇതിലും വളരെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ പുറത്തു വന്നു. ആദ്യത്തെ കാര്യം, നെതർലാൻഡ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തി. F-16 ഉക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. റഷ്യക്കെതിരെ ഉക്രൈൻ വിജയം നേടണമെന്നുണ്ടെങ്കിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എല്ലാ നാടുകളും എടുക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് വരികയാണ്. അതിൽ ആദ്യ പടിയാണിത്. ഞങ്ങൾ ഇങ്ങനൊരു അംഗീകാരം നൽകുന്നു. വരും ദിവസങ്ങളിൽ റഷ്യക്കെതിരെ F-16 ഉക്രൈൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം, മടിക്കേണ്ടതേയില്ല. ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പും ഇല്ല എന്ന് ആദ്യത്തെ ഒരു ഗ്രീൻ സിഗ്നൽ അവർ ഉക്രൈൻ നൽകി. ഈ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേഴ്സ് മേഖലയിൽ റഷ്യ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കറിയാം. നെതർലാൻഡ് ഒരു പ്രധാനപ്പെട്ട നാട്. ഉക്രൈൻ ഇത്രയും ദിവസം സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ F-16 അവർ നൽകിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഇങ്ങനെ നെതർലാൻഡ് ഉക്രൈന് വളരെ പ്രധാനപ്പെട്ട ഒരു നാടാണ്. ഉക്രൈനെ സംബന്ധിച്ച് അവർക്ക് വരാനുള്ള മുഴുവൻ സഹായങ്ങൾ അമ്മുനേഷൻസ് മാത്രം, ഈ പണമായി അല്ലാതെ കൂടുതൽ ആർമഡ് എക്യുപ്മെന്റ്സ് നൽകുന്ന രാജ്യങ്ങളിൽ ഒരു 5 മുതൽ 8% സഹായം ഇതുവരെയും നെതർലാൻഡ് വഴി ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായും ഉക്രൈന്റെ മിലിറ്ററിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ എക്യുപ്മെന്റ്സ്, റേഡാറിന് ആവശ്യമായ വസ്തുക്കൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, ഒഫൻസീവ് വെപ്പൺസ്, ഇങ്ങനെ ധാരാളം പാക്കേജ് നെതർലാൻഡിൽ നിന്നും വന്നിട്ടുണ്ട്. പല രാജ്യങ്ങൾ, ഡെൻമാർക്ക് ആയാലും സ്വീഡൻ പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ നൽകുമ്പോൾ ഉക്രൈൻ ആയുധങ്ങൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായി ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ നേരിട്ട് ഒരു സപ്പോർട്ട് ഉക്രൈൻ നൽകിയിട്ടില്ല. ആ രാജ്യത്തിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രതിനിധികൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുള്ളവർ ഇൻഡയറക്റ്റായി അക്കാര്യം പറയും. ഉക്രൈൻ നൽകിയിട്ടുള്ള ആയുധത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഇവയെല്ലാം ഉക്രൈൻ തന്നെ നേരിടണം എന്ന് ഇൻഡയറക്റ്റായി അവർ പറയും. അതല്ലാതെ തുറന്നൊരു പ്രസ്താവന ആരും നടത്തിയിട്ടില്ല. F-16 ഞങ്ങൾ നൽകി, ഈ F-16 ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കാൻ ഉക്രൈൻ ഉപയോഗിക്കാം എന്നുള്ള ഒരു തുറന്ന പ്രസ്താവന ആരും നൽകിയിട്ടില്ല. എന്നാൽ ഇവയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു. നെതർലാൻഡ് ആർമഡ് ഫോഴ്സസിന്റെ കമാൻഡർ ഓനോ ഇഷിൽച്ചും ഇദ്ദേഹം NOS നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരുപാട് ചോദ്യം ചോദിച്ചു. ഉക്രൈൻ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം, ഭാവിയിൽ നിങ്ങൾ നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കുന്നു. അതിനെല്ലാം അദ്ദേഹം മറുപടിയും പറയുന്നു. F-16 നൽകിയിട്ട് അത് ഉപയോഗിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു ക്രൂയിസ് മിസൈൽ നൽകിയിട്ട് അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ട നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ മറ്റൊരു രാജ്യത്തിന് കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഇതിന് അദ്ദേഹം പറഞ്ഞത്, ഒരു രാജ്യത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ആയുധങ്ങൾ പോകുന്നു എന്നുണ്ടെങ്കിൽ അവയെ പരിമിതമായി മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. കാരണം അവർക്ക് നൽകിയതിനു ശേഷം അത് എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിലുള്ള മിഷൻസിൽ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ തീരുമാനങ്ങളും ആ രാജ്യമാണ് എടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൽ നിന്നും ഒരു ആയുധം അവർ വാങ്ങി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വിജയിക്കാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് ശത്രു അകത്തേക്ക് ആക്രമിക്കാൻ വരുമ്പോൾ അവരത് കണ്ട് രസിക്കില്ല. പ്രധാനമായും ഒരു ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിനെ ഡിഫെൻസീവായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആ സ്ഥലത്ത് ആരും ചിന്തിക്കില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. ശരി, അപ്പോ F-16 ഉക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിക്കാമോ? അതിന് നിങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ? അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. അത് അദ്ദേഹം പറഞ്ഞത്, F-16 ഉക്രൈൻ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രതിരോധത്തിന് മാത്രം ഉപയോഗിക്കാതെ റഷ്യയ്ക്ക് എതിരെ റഷ്യയുടെ കീ മിലിറ്ററി ടാർഗറ്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ റഷ്യ ഇപ്പോൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾ, ഇങ്ങനെ റഷ്യയുടെ സൈനിക ഉപകരണങ്ങൾ ആക്രമിക്കാനും റഷ്യയുടെ വിമാനങ്ങളെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ വിമാനങ്ങളെ ഉക്രൈന് ഉപയോഗിക്കാം. അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. ഇങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ ഞങ്ങൾ F-16 നൽകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പ്രസ്താവന നൽകി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുവരെ ആരും, ഒരു ആർമഡ് ഫോഴ്സസിന്റെ കമാൻഡർ യൂണിറ്റിലുള്ള ഒരു വ്യക്തി ഇൻഡയറക്റ്റായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ ആയുധത്തെ ഉപയോഗിക്കാൻ യാതൊരു തടസ്സവും ഇല്ല എന്ന്. ഇപ്പോ ഉക്രൈനെ സംബന്ധിച്ച് F-16 അവർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അടുത്തിടെ പോലും ഒരു വിമാനം ക്രാഷായി. ഇങ്ങനെ ക്രാഷ് ആയതിനു ശേഷം ഉക്രൈന്റെ എയർഫോഴ്സ് കമാൻഡറെ സെലൻസ്കി സാക്ക് ചെയ്യുക, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉക്രൈനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനുള്ള ഒരു വിശദീകരണവും അദ്ദേഹം നൽകി. F-16 അവർക്ക് നൽകിയിട്ട് നിങ്ങൾ പ്രതിരോധ വിഭാഗം മാത്രമേ കൈക്കൊള്ളൂ,
കൈക്കൊള്ളാവൂ, അകത്തേക്ക് വരുന്ന ക്രൂയിസ് മിസൈലുകൾ മാത്രമേ നശിപ്പിക്കാവൂ, നിങ്ങളുടെ ബോർഡർ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഇതിനെ ഉപയോഗിക്കാവൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഉക്രൈന്റെ ദൗത്യത്തിന് തന്നെ ഒരു ഭംഗം വരുത്തും. F-16 സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും തന്റെ കഴിവ് തെളിയിച്ച ഒരു ഫൈറ്റർ ജെറ്റാണ്. ഒഫൻസീവ് ഓപ്പറേഷന് പ്രധാനമായും അതിന്റെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് അതുല്യമാണ്. ഒരു 4th ജനറേഷൻ 4.5 ജനറേഷനായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട വിമാനം എന്ന് പറഞ്ഞാലും അതിന്റെ സ്റ്റെൽത്ത് റെക്കോർഡ്സ് എന്നത് അല്ലെങ്കിൽ റേഡാർ ക്രോസ് സെക്ഷൻ എന്നത് ഇപ്പോൾ നിർമ്മിക്കുന്ന വിമാനങ്ങളെക്കാൾ വളരെ കുറവാണ്. അതിന്റെ ഡിസൈൻസ് എല്ലാം ഇതിനുവേണ്ടി മാത്രം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. ഉക്രൈന് അങ്ങനെ ഒരു വിമാനത്തെ നൽകിയിട്ട് അതിനെ പ്രതിരോധത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വിമാനം നമുക്ക് നൽകാതിരുന്നാൽ പോരെ. അത്രത്തോളം നമ്മൾ പരിശ്രമിച്ച് ആ ഒരു വിമാനം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉക്രൈന്റെ വിജയത്തിന് അത് സഹായിക്കണം. ഉക്രൈന് വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യയുടെ വ്യോമാക്രമണം അല്ലെങ്കിൽ റഷ്യ ഉക്രൈന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യുന്നത് മുഴുവനായും തടയണം. അത് പാട്രിയോട്ട് ഉപയോഗിച്ച് മാത്രം നടക്കുന്ന കാര്യമല്ല. അവിടെ F-16 ആക്റ്റീവായി പാട്രോൾ ചെയ്യുക, ആക്റ്റീവായി ഉക്രൈന്റെ എയർ സുപ്പീരിയോറിറ്റി നിലനിർത്തുക, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ഒരു വിജയം ലഭിക്കുകയുള്ളൂ. ഇതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റിനും ഉക്രൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും പൊരുത്തക്കേട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഉക്രൈനെ കൊണ്ട് സത്യത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉക്രൈന്റെ കൈവശമുള്ള ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് 6 ഫൈറ്റർ ജെറ്റ്സ് അതിൽ 1 ക്രാഷ് ആയി എന്ന് പറയുന്നു. ബാക്കിയുള്ള 5 വിമാനങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കില്ല. മിനിമം ഒരു 30-40 വിമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു പകുതിയെങ്കിലും ഉക്രൈനെ കൊണ്ട് ചെയ്യാൻ സാധിക്കൂ. കാരണം ഇപ്പോൾ ഉക്രൈൻ ഒരു സജീവ പോരാട്ടത്തിന് വേണ്ടി F-16 എടുത്തുകൊണ്ട് പോകണം എന്ന് ചിന്തിച്ചാലും അവരുടെ ഈ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ലൈനിൽ നിന്നും 40 കിലോമീറ്റർ ഉള്ളിൽ മാത്രമേ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കൂ. റഷ്യയുടെ റേഡാറിൽ അകപ്പെടാൻ പാടില്ല, റഷ്യയുമായി നേരിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അത് അകപ്പെടാൻ പാടില്ല, റേഡാറുകൾക്ക് ഈ വിമാനങ്ങളുടെ സിഗ്നേച്ചർ നൽകാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ഒരു വിമാനം നൽകുമ്പോൾ അതിനുള്ള കണ്ടീഷൻസും തീർച്ചയായും വെസ്റ്റേൺ കൺട്രീസ് നൽകിയിട്ടുണ്ടാകും. ഈ വിമാനത്തിന്റെ ഇലക്ട്രോണിക് സിസ്റ്റംസ് റഷ്യ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളത് അവിടെ വളരെ കർശനമായ ഒരു കാര്യമാണ്. അങ്ങനെ അറിയുകയാണെങ്കിൽ അത് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും. എന്നാൽ കൂടുതൽ വിമാനങ്ങൾ വരുമ്പോൾ അത് ഉക്രൈനെ വീണ്ടും നേട്ടമുണ്ടാക്കും. നമ്മുടെ പക്കൽ ഒരു 10 വിമാനം ഉള്ളപ്പോൾ അതിൽ 1-2 നഷ്ടമായാൽ വലിയ നഷ്ടമാണ്. പക്ഷെ 100 ഉണ്ട്, ഒരു 50 വിമാനം ഉണ്ടെന്നുള്ളപ്പോൾ അവരെ കൊണ്ട് കൂടുതൽ കോൺഫിഡൻസോടുകൂടി പൈലറ്റിനെ അകത്തേക്ക് വയ്ക്കാൻ സാധിക്കും. അതാണ് ഉക്രൈൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതുവരെയും F-16 എത്രത്തോളം ഉക്രൈനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ അങ്ങനെ ഉപയോഗിക്കുക മാത്രമാണ് ഉക്രൈന് നല്ലത്. ഇനി അതല്ല, പുറത്തേക്ക് F-16 കൊണ്ടുപോകണം. F-16 കഴിവ് റഷ്യയിൽ പ്രകടമാക്കണം. റഷ്യയുടെ ഇത്രയേറെ മിസൈൽസ് ഞങ്ങൾ വീഴ്ത്തിയെന്ന് ഒരു സ്റ്റണ്ട് ചെയ്യാൻ ഉക്രൈൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഉക്രൈന് ഒരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കും. ഇതുപോലെ നഷ്ടങ്ങൾ തീർച്ചയായും തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വിമാനങ്ങളുടെ പ്രകടനവും ഇദ്ദേഹം നൽകിയിരിക്കുന്ന ഈ പ്രസ്താവനയും ഗുണം ചെയ്യും എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. റഷ്യയിൽ നേരിട്ടൊരു ആക്രമണം നടത്തുകയും അല്ലെങ്കിൽ റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് പോയി റഷ്യൻ വ്യോമതാവളങ്ങളെ ഈ ഫൈറ്റർ ജെറ്റ് ആക്രമിക്കുകയാണെങ്കിൽ അന്ന് ഈ യുദ്ധം എസ്കലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേഴ്സ് പോക്രോസ് ഈ 2 ഭാഗങ്ങളിലും റഷ്യയുടെ ആക്രമണം 100% കടന്നു പോയിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു, ഈ പോക്രോസ് എന്നത് എന്തിനു വേണ്ടിയാണ് പ്രധാനം, അത് എന്തുകൊണ്ട് റഷ്യ പ്രധാനമായും ലക്ഷ്യമിടുന്നു. ഭാഗ്മുത്, ഔദ്യോഗിക ഇവയ്ക്ക് ശേഷം ഈ പോക്രോസ് എന്ന മേഖല എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു വിശദീകരണമായ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ശേഷം അതൊന്ന് കാണുക. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ടൗണിന്റെ സൗത്ത് ഈസ്റ്റേൺ ഔട്ട്സ്കർട്ട്സ്, ആ പ്രദേശത്തിന്റെ അതിർത്തികൾ റഷ്യ ഇപ്പൊ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവരുടെ സൈനികരെ ചെറുതായി ഒന്ന് മുന്നിലേക്ക് തള്ളുക മാത്രം മതി ആ പ്രദേശം മുഴുവനും അവർക്ക് പിടിച്ചെടുക്കാൻ. കാരണം ഉക്രൈൻ ഇപ്പോൾ അവിടെ നിന്നും പിൻവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പ്രദേശം വിട്ടവർ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ, ഒരു 40% ആളുകൾ വരെയും ആ ഒരു സ്ഥലം വിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ അവിടെ തന്നെ താമസിക്കാൻ താല്പര്യപ്പെട്ട് അവിടെ താമസിക്കുന്നതായും പറയുന്നു. ധാരാളം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിയും. ചില മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ചില ദിവസത്തിലോ ഇനി ആ ഒരു ഫ്രണ്ട് തകർത്ത് അകത്തേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ചില ദിവസത്തിൽ തന്നെ ആ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റഷ്യ നിയന്ത്രണത്തിലാക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ആ സ്ഥലത്ത് നടക്കുന്ന യുദ്ധം എന്നത് മരിയാപോളിൽ നടന്നതുപോലെയാണ്. മരിയാപോളിൽ നടന്ന ആ ഒരു ആക്രമണം നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. യുദ്ധത്തിന്റെ ആരംഭകാലത്ത് റഷ്യ അവിടെ എത്ര മോശമായ ആക്രമണം നടത്തിയെന്നും അവിടെ നിന്നും ഉക്രൈൻ എത്രത്തോളം ഭയന്ന് പിൻവാങ്ങിയെന്നുള്ള കാര്യം എല്ലാം നമുക്കറിയാം. കാരണം ഉക്രൈനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കഴിയുന്നത്ര ഡിഫെൻഡ് ചെയ്ത് നോക്കി. റഷ്യയുടെ ഒഫൻസീവ് താങ്ങാനാകാതെ അവർ പിൻവാങ്ങി. ഇപ്പോൾ അതുപോലെ മരിയാപോളിൽ നടന്നതിൽ നിന്നും പല മടങ്ങ് വീര്യമുള്ള ആക്രമണമാണ് റഷ്യ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ഉക്രൈൻ്റെ ആർമി ട്രൂപ്പ് ഒരുപാട് ടെലഗ്രാം ചാനൽസിനും
ഒരുപാട് മീഡിയാസിലും നൽകിയ ഇന്റർവ്യൂവിൽ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്രമണം എത്രത്തോളം തീവ്രമായി നടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കൂടാതെ കേഴ്സ് ഭാഗങ്ങളിൽ റഷ്യ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തി. ഉക്രൈൻ്റെ ആർമഡ് ഫോഴ്സസ് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ആക്റ്റീവ് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലങ്ങളെ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേഴ്സണൽ കാരിയേഴ്സ് ഒന്നും ഇല്ലാതെ റഷ്യയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആയ ആത്മ സ്പെഷ്യൽ ഫോഴ്സസ് അകത്തേക്ക് കയറി നേരിട്ടിപ്പോൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ ഉക്രൈൻ്റെ ഡിഫൻസീവ് ലൈൻസ് അവരിപ്പോൾ തകർത്തിട്ടുണ്ട്. ഇങ്ങനെ തകർത്ത് അകത്തേക്ക് കയറുമ്പോൾ ഒറ്റ ദിവസത്തിൽ ഉക്രൈൻ്റെ ആ മുൻനിരയെ 2.5 കിലോമീറ്റേഴ്സ് വരെയും അവർ പിന്നിലേക്ക് കൊണ്ടുപോയി. റഷ്യയുടെ ഒരു സർപ്രൈസ് അറ്റാക്ക് ഉക്രൈനെ കൊണ്ട് വലിയ രീതിയിൽ ഒന്നും ഊഹിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ മുൻനിരയിലുള്ള ഉക്രൈന്റെ ട്രൂപ്സിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ റഷ്യയെ കൊണ്ട് സാധിച്ചു. എന്നാൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഉക്രൈൻ പിൻവാങ്ങിയിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ 1200 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. 90 മുതൽ 100 സെറ്റിൽമെന്റ്സ് വരെയും പിടിച്ചെടുത്തായി പറയുന്നു. ഇതിൽ ഈ 2.5 കിലോമീറ്റർ ഒഴികെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഉക്രൈൻ പിൻവാങ്ങിയിട്ടില്ല. ആക്റ്റീവായി ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള ഉക്രൈൻ സൈനികരെ 1 ഇഞ്ച് പോലും പുറകിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാത്രം റഷ്യയുടെ ഒരു സർപ്രൈസ് അറ്റാക്കിന് അവർക്ക് ചെറിയൊരു വിജയം ലഭിച്ചു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.